ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുന്നതും ചോപ്പ് ചെയ്യുന്നതൊക്കെ മിക്സിയുടെ ബ്ലേഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നാരങ്ങ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തേച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ബ്ലേഡൊക്കെ ആണെങ്കിലും അത് ഡേഞ്ചറാണ്, നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നാരങ്ങ തോടിനകത്ത് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് തേക്കുമ്പം തന്നെ നാരങ്ങയുടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. ബ്ലേഡുകളൊക്കെ കണ്ടോ, നല്ല തിളക്കം പുതിയതുപോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ എൻ്റെ മിക്സിയുടെ ഫുഡ് പ്രോസസ്സർ ചെയ്യുന്ന മിക്സിയുടെ ജാറാണിത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബ്ലേഡാണിത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കണ്ടോ, നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ ജാറ് നമുക്ക് തേച്ച് എടുക്കാം. ഉണ്ടോ, മിക്സിയുടെ ജാറ് നമുക്ക് ഇതേപോലെ തേച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം മതി. നാരങ്ങയുടെ തോലും ഡിഷ് വാഷും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിനകത്ത് സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, പോറലൊക്കെ വീഴും. അപ്പോൾ നമ്മൾ ഇത് വെച്ച് അങ്ങ് തേച്ചെടുത്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും. കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാം. ജാറ് കണ്ടോ, നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട്. ജാറ് നല്ല രീതിയിൽ ഇതേപോലെ തന്നെ നമുക്ക് തേച്ചെടുക്കാം. ഒരുപാട് ഡിഷ് വാഷിൻ്റെ ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാം തേച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഒരുപാട് പോറലൊന്നും വീഴാതെ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് ഇത് വെച്ച് തന്നെ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ചെവിട് ഭാഗമാണത്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എല്ലാം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ വെച്ചാൽ മതി, തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ എല്ലാം ഉണങ്ങിക്കിട്ടും. കണ്ടോ, ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് അടച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിലെ കരിമ്പനൊക്കെ കളയാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി, ഒരു സ്വല്പം പേസ്റ്റ്, അത് വൈറ്റ് പേസ്റ്റാണ് നല്ലത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇത് മൂന്നും മാത്രം മതി. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ വീട്ടിലുള്ള വളരെ നിസ്സാരമായ ഈ 3 സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലെ ആ കരിമ്പനും ചെളിയും എല്ലാം നല്ല ക്ലീനാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് വെറും 2 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമുക്ക് അത് ക്ലീനാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ചെളി അഴുക്കൊക്കെ ഉണ്ട് എൻ്റെ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിലെ കരിമ്പം. കണ്ടോ, അവിടെ ആ ഭാഗത്തായിട്ട്. ഇതിപ്പം ഞാൻ നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് നനച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു സൂത്രം നമുക്കതിനകത്തോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ, അതിനകത്തുള്ള അഴുക്ക് ഫുള്ളായിട്ട് ഇളകുന്നതായിട്ട് കാണാം. അപ്പോൾ ആ കരിമ്പനും ചെളിയും അഴുക്കും എല്ലാം നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഈ ചെളി ഫുള്ളായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാം. അപ്പോൾ ഡോറിൻ്റെ 4 ഭാഗത്തും ഇതേപോലെ നല്ല രീതിയിൽ ചെളിയുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഇളകി വരും. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അഴുക്കും ചെളിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി വരും. അപ്പം കണ്ട, ഇതേ രീതിയിൽ ക്ലീനാക്കി എടുക്കുക. നല്ല അഴുക്കൊക്കെ അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടവലോ തുണിയോ എന്തെല്ലാം വെച്ചിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് തുടച്ചെടുക്കുക. കാരണം ആദ്യം നല്ല ചെളിയാണ്, അപ്പോൾ തുണി വെച്ച് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. തുണി നനച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കുക. അപ്പോൾ ഡോറ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഇതേപോലെ നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറിലും ചെളിയുണ്ട്, അതിലും ഇതേപോലെ ചെയ്തെടുക്കണം.
എന്നിട്ട് നമ്മൾ ബഡ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്രഷ് ഇടാൻ പറ്റാത്ത ചെറിയ ദ്വാരങ്ങളിലൊക്കെ ഇതേപോലെ ഇത് വെച്ചിട്ട് നമ്മുടെ ബഡ്സ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ അതിനകത്ത് അഴുക്കായി കിട്ടും കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് 2-3 ബഡ്സ് വെച്ചിട്ട് കയറാത്ത ഭാഗത്തെല്ലാം ഇതേപോലെ വെച്ച് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നല്ലൊരു പവറാണ് അതിന്, അഴുക്കിനെ ഇളക്കിയെടുക്കും കണ്ടോ. അപ്പോൾ 10 മിനിറ്റ് ഇതേപോലെ തേച്ച് വെച്ചാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് അഴുക്കെല്ലാം ഇളകിപ്പോവും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. ഡോറ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.